മാർച്ച് 15 നോമ്പുകാലത്തെ ആദ്യത്തെ ആഴ്ചയിലെ ശനിയാഴ്ച. മത്തായി 5:43 മുതൽ 48 വരെ വാക്യങ്ങൾ. ഇന്ന് റെഡംപ്റ്ററിസ്റ്റ് സന്യാസ സഭ വിശുദ്ധ ക്ലെമന്റ് മേരി ഹോപ്ബോറിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പോളണ്ടിലെ അദ്ദേഹത്തിൻ്റെ നിർണായക പ്രവർത്തനങ്ങൾ കാരണം യൂറോപ്പിലും ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും റെഡംപ്റ്ററി സന്യാസ സഭയുടെ വ്യാപനത്തിന് അടിത്തറ പാകിയ സഭയുടെ രണ്ടാമത്തെ സ്ഥാപകനായി അറിയപ്പെടുന്ന വിശുദ്ധ ക്ലെമന്റിനെ ഇന്ന് നമ്മൾ ആദരിക്കുന്നു. ആത്മീയ ദിശാബോധം, പ്രസംഗം, കുമ്പസാരം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ അദ്ദേഹം എല്ലാ സാമൂഹിക വിഭാഗങ്ങളിലെയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും സഹായിക്കുകയും ചെയ്തു. 1820 മാർച്ച് 15 വിയന്നയിൽ വെച്ച് ക്ലെമന്റ് മരിച്ചു. 1909 വിശുദ്ധ പയസ് 10 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിയന്നയുടെയും വാർസോയുടെയും സഹരക്ഷാധികാരിയായിട്ടാണ് സഭ അദ്ദേഹത്തെ വണങ്ങുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലെ യേശു വളരെ ശക്തമായ ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് അവൻ തൻ്റെ ശിഷ്യന്മാർക്ക് നിർദ്ദേശം നൽകുന്നു. യേശു ജീവിച്ചിരുന്ന സംസ്കാരം അങ്ങേയറ്റം അക്രമാസക്തമായിരുന്നതിനാൽ യേശു പൂർണ്ണമായും ഒരു വിപരീത സംസ്കാരം ഇവിടെ ആവിഷ്കരിക്കുകയാണ്. തങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ ശാരീരികമായോ വൈകാരികമായോ പീഡിപ്പിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ വെല്ലുവിളിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്ന ആളുകളെ മാത്രമല്ല, എല്ലാവരെയും സ്നേഹിക്കാൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. ആഴ്ചയിലെ എല്ലാ ദിവസവും നമുക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ മറ്റുള്ളവർ നമ്മളെയും ഇഷ്ടപ്പെടുകയില്ല എല്ലാ ദിവസവും. എന്നിരുന്നാലും ഈ അവസ്ഥ അർത്ഥമാക്കുന്നത് നമ്മുടെ സ്നേഹത്തെയും മറ്റൊരാളുടെ കരുതലിനെയും ഇല്ലാതാക്കുന്നു എന്നല്ല. യേശു പറയുന്ന സ്നേഹത്തിന് ദൈനംദിന അസ്വസ്ഥതകൾ, വിയോജിപ്പുകൾ, നിസ്സാരമായ വാദങ്ങൾ എന്നിവയെ മറികടക്കാനുള്ള കഴിവുണ്ട്. സ്നേഹം നമ്മെ കൂടുതൽ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രാപ്തരാക്കുന്നു. എന്നിരുന്നാലും മറ്റുള്ളവരെ നമുക്കിഷ്ടപ്പെടാത്ത ആളുകളെപ്പോലും സ്നേഹിക്കാനുള്ള കഴിവ് നമുക്ക് കർത്താവ് നൽകുന്നുണ്ട്. ഇന്ന് യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ഓരോ വ്യക്തിയും സ്നേഹിക്കപ്പെടാൻ യോഗ്യൻ ഉള്ളവരാണ് എന്നാണ്. നമ്മുടെ അവസാന നാഡിയിൽ പോലും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. ഇനി യേശു സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണോ, അതോ നമ്മുടെ വികാരങ്ങൾ നമ്മെ നിയന്ത്രിക്കനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കണമോ? എന്തായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.